നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പറന്നുയർന്ന വിമാനത്തിൽ അപകടകരമായ തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയോ സൂചന ലഭിക്കുകയോ ചെയ്താൽ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി പൈലറ്റ് അടിയന്തര ലാൻഡിംഗിന് അനുമതി തേടാറുണ്ട്. ഇപ്പോൾ സൗദിയിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ അത്തരമൊരു സംഭവം ഉണ്ടായതായുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. എഞ്ചിനിൽ തീപ്പൊരി ഉണ്ടായതോടെ വിമാനം അടിയന്തരമായി നിലത്തിറക്കി. വിമാനം പറന്നുയർന്ന ഉടനെ വലത് എഞ്ചിന്റെ ഭാഗത്ത് വലിയ ശബ്ദവും തീപ്പൊരിയും ഉണ്ടാവുകയായിരുന്നു. തുടർന്നാണ് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. ജിദ്ദയിലേക്ക് പുറപ്പെട്ട ഫ്ലൈനാസ് തുർക്കിയിലെ ട്രാപ്പ് സോണിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള വിമാനത്തിന്റെ എഞ്ചിനിൽ തീപ്പൊരി ഉണ്ടാവുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അതിവേഗം തന്നെ വിമാനം നിലത്തിറക്കാനുള്ള അനുമതി പൈലറ്റ് തേടി. അടിയന്തര ലാൻഡിംഗിന് അനുമതി ലഭിച്ചതോടെ വിമാനം സുരക്ഷിതമായി തന്നെ നിലത്തിറക്കുകയും ചെയ്തു. തുർക്കിയിലെ ട്രാപ്പ് സോണിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട വിമാനമാണിത്. ഇതോടെ വിമാനം തിരികെ ട്രാപ്പ് സോൺ എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ച് വിടുകയും സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയുമായിരുന്നു. എന്നാൽ എഞ്ചിനിൽ പക്ഷിയിടിച്ചതാണ് തീപ്പൊരിക്ക് കാരണമായതെന്ന് ഫ്ലൈനാസ് കമ്പനി പിന്നീട് വിശദീകരിച്ചു. സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ട്രാപ്പ് സോൺ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനം കരിങ്കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്നതിനിടെയാണ് എഞ്ചിനിൽ പക്ഷി ഇടിച്ചത്. അതേസമയം കഴിഞ്ഞ മാസം കോക്പിറ്റിൽ പുകമണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എയർ സീഷെൽസ് വിമാനം ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു. 137 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനം വിജയകരമായി ലാൻഡ് ചെയ്തിരുന്നു. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നും കമ്പനി പിന്നീട് അറിയിക്കുകയുണ്ടായി. 28-ന് തിങ്കളാഴ്ച രാത്രി 8:12 ഈ സംഭവം ഉണ്ടായത്. സീഷെൽസിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോവുകയായിരുന്ന എയർ സീഷെൽസ് വിമാനമാണ് ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. പറക്കലിനിടെ കോക്പിറ്റിൽ പുകമണം അനുഭവപ്പെടുകയായിരുന്നു. പൈലറ്റിന് അപകടം മണത്തതോടെ അടിയന്തര ലാൻഡിംഗ് നടത്താൻ അനുമതി തേടുകയായിരുന്നു. വിമാനത്തിൽ നിന്ന് എയർപോർട്ട് കൺട്രോൾ ടവറിന് അടിയന്തര ലാൻഡിംഗ് നടത്താൻ സന്ദേശം ലഭിച്ചതായി കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതരും അറിയിച്ചിരുന്നു. തുടർന്ന് വിമാനത്തിന് സഹായം എത്തിക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു. വിമാനത്താവളത്തിലെ എമർജൻസി ഓപ്പറേഷൻ മാനേജ്മെന്റ് റൂം പ്രവർത്തനക്ഷമമാക്കുകയും പ്രാദേശിക സമയം രാത്രി 8:40-ന് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയുമായിരുന്നു. വിമാനത്തിലെ 6 ക്രൂ അംഗങ്ങളെയും 3 കുട്ടികളെയും 128 മറ്റ് യാത്രക്കാരെയും ജിദ്ദയിലെ ഒരു ഹോട്ടലിലേക്ക് മാറ്റിയതായും KIA പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. ജിദ്ദയിൽ വിമാനം ഇറക്കിയതിനെ തുടർന്ന് സൗദി അറേബ്യയിലെ അധികാരികൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.